കേരളത്തിൽ വികസന മുരടിപ്പാണ് നടക്കുന്നതെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. തൃശ്ശൂരിൽ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. 10 വർഷം മുൻപ് ഭാരതം എങ്ങനെയായിരുന്നു എന്ന് നാം ചിന്തിക്കണം. DMRC വന്നതുകൊണ്ട് മാത്രമാണ് കൊച്ചി മെട്രോ യാഥാർത്ഥ്യമായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മണ്ഡലത്തിലേക്ക് എന്തെല്ലാം വികസനങ്ങൾ വേണ്ടി വരും, എന്തെല്ലാം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, അതെങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വഴിക്ക് എന്തെല്ലാം സാധ്യതയാവും ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷനുള്ള ഒരു കൂട്ടായ്മയാണിത്. 10 കൊല്ലം മുമ്പേ ഇന്ത്യ പറയുന്ന രാജ്യം ഈ ലാസ്റ്റ് 10 കൊല്ലത്തിനുള്ളിൽ വികസിതമായ ഒരു ഭാരതം എങ്ങനെയായി, അതിനെപ്പറ്റി ഞാൻ വിസ്തരിക്കാൻ പോകില്ല. പക്ഷെ എല്ലാവർക്കും അത് ബോധ്യമായിട്ടുള്ള സംഗതിയാണ്. 5-8 കൊല്ലം മുമ്പേ കേരളത്തിൽ തുടങ്ങിയ പല പ്രശ്നങ്ങളും പല ഡെവലപ്മെൻറ്റ്സും അത് നിർത്തി ഇറങ്ങിപ്പോയുള്ള അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം കൊച്ചി മെട്രോ, DMRC ഇല്ലെങ്കിൽ കൊച്ചി മെട്രോ വരുന്നവർക്ക് ആർക്കും ബോധ്യമുണ്ടോ? DMRC വന്നുകൊണ്ട് അത് വന്നു. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് മനോജ് ചേരുകയാണ്. മനോജ്, മെട്രോമാൻ ഇ ശ്രീധരൻ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? തീർച്ചയായും KP, കേരളത്തിലെ വികസന മുരടിപ്പ് തന്നെയാണ് മെട്രോമാനായിട്ടുള്ള ഈ ശ്രീധരൻ ചൂണ്ടിക്കാണിച്ചത്. 10 വർഷം മുൻപ് ഭാരതം എങ്ങനെയായിരുന്നുവെന്ന് നാം ചിന്തിക്കണം. ഇന്ന് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം 4ാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ്. അത് കൃത്യമായും എന്തുകൊണ്ടാണെന്നും എല്ലാവരും മനസ്സിലാക്കണമെന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാവരുടെയും വിചാരം അതേസമയം ഈ കേരളം പുരോഗമിച്ചു എന്നതാണ്. കേരളം നമ്പർ 1 എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ശരിക്കും നോക്കിയാൽ കേരളത്തിന്റെ ശോചനീയാവസ്ഥ എന്താണെന്ന് മനസ്സിലാകുമെന്നും നിലവിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് വരെ ഈ വില ഉയരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ കൊണ്ടുവന്ന പല പ്രോജക്റ്റുകളും അതോടൊപ്പം നിർത്തിവെച്ചു എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് താൻ പല ചുമതലയിലിരുന്ന സമയത്തും ഇത്തരത്തിൽ കേരളത്തിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള പല പദ്ധതികളും അതിനൊക്കെ മുടക്കം വരുത്തിയിട്ടുണ്ട്. പിന്നീട് നാടിന് ഗുണമുള്ള പ്രോജക്റ്റുകൾ യാഥാർത്ഥ്യമാവണമെങ്കിൽ അതിന് കൃത്യമായും BJPയുടെ പ്രതിനിധി തന്നെ NDAയുടെ സ്ഥാനാർത്ഥിയായുള്ള സുരേഷ് ഗോപി തന്നെ വിജയിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. ഇന്ന് ഈ വികസന രേഖ ചർച്ചയിൽ പങ്കെടുക്കാനാണ്, അതിൽ ഉദ്ഘാടനം ചെയ്യുവാനാണ് ഈ ശ്രീധരൻ തന്നെ എത്തിയത്. ഈ DMRC കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് കൊച്ചി മെട്രോ പോലും യാഥാർത്ഥ്യമായത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. കോഴിക്കോട് ലൈറ്റ് മെട്രോ വരാത്തതിന് കാരണം DMRCയെ ഒഴിവാക്കിയതാണ്. കേരളത്തിൽ നടക്കുന്നത്, അതായത് കൃത്യമായും അദ്ദേഹം ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ വികസന മുരടിപ്പിനെ ചൂണ്ടിക്കാണിക്കുന്നത്. പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലാണ് ഈ സർക്കാരിന്റെ പ്രവർത്തനമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വികസന രേഖ ചർച്ചയിൽ അദ്ദേഹം എടുത്തു കാണിച്ച ഓരോ കാര്യങ്ങളും അത് കൃത്യമായും ഈ തൃശ്ശൂരിലടക്കം ഈ വികസനം മുരടിച്ചു നിൽക്കുന്നത് തന്നെയാണ്. അത് കൃത്യമായ ഒരു മാറ്റം ഉണ്ടാകണം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വികസന പദ്ധതികൾ അത് കൊണ്ടുവരണമെങ്കിൽ അതിന് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി വിജയിക്കണമെന്ന് തന്നെയാണ് ഈ ശ്രീധരൻ അടക്കം പറയുന്നത്. KP, മനോജ് പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഭാരതം കൈവരിച്ച വികസന കുതിപ്പ്, ആ വികസന കുതിപ്പിൻ്റെ ഒരു തുടർച്ച അത് കേരളത്തിലും ഉണ്ടാകണമെങ്കിൽ, തൃശ്ശൂരിലും ഉണ്ടാകണമെങ്കിൽ NDA സ്ഥാനാർത്ഥികൾ വിജയിക്കണം. അത്തരത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണ തുടർച്ചയിൽ കേരളവും ഭാഗഭാക്കാകണം എന്ന് തന്നെയാണ് ഈ ശ്രീധരൻ വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായും അദ്ദേഹവും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം NDA സ്ഥാനാർത്ഥികളായിട്ടുള്ളപ്പോൾ തിരുവനന്തപുരത്തായാലും അല്ലെങ്കിൽ തൃശ്ശൂരിലായാലും കൃത്യമായും വികസനം മുന്നോട്ട് വെച്ചുള്ള, അതായത് കൃത്യമായുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ സ്ഥാനാർത്ഥികൾ ഈ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വികസന രേഖ ചർച്ചയും വെച്ചിട്ടുള്ളത്. ഇതിൽ കൃത്യമായും ഇവിടെയുള്ള സാധാരണക്കാരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തങ്ങളുടെ ആ ഒരു വികസന കാഴ്ചപ്പാടും അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ അതിനെപ്പറ്റി അറിഞ്ഞതിന് ശേഷം എന്താണോ അവർക്ക് പറയാനുള്ളത് അതിനെ കേട്ടതിന് ശേഷം അത് കൃത്യമായും രേഖപ്പെടുത്തി അവസാനം ഈ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ചുള്ള ഒരു വികസന രേഖയാണ് ഈ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ശ്രീധരൻ തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് എത്തിയത്. അതിന്റെ ആ ഒരു വികസന രേഖ ചർച്ച ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. KP. യെസ്.
മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.